ഇത് നമ്മുടെ താരേശൻ ചേട്ടനാണ് കേട്ടോ. ഒരു ഗോവൻ ഫിഷ് കറി. അല്ല 10 കഷ്ണത്തിരിക്കുന്ന മീനല്ല, എനിക്ക് ആകെ മിസ്റ്റേക്ക്. 10 കഷ്ണത്തിരിക്കല അരപ്പണ എടുത്തോണത്. ഇത് നമ്മുടെ കേരളത്തിന് പകരം നമ്മൾ ഗോവക്കാർ ഉപയോഗിക്കുന്ന ഫിഷ് കറി. അവിടുത്തെ ഒതന്റിക് ഫിഷ് കറിയാണ് ഇത്, ഗോവൻ ഫിഷ് കറി. എല്ലാ മീൻ വെച്ചാലും ടേസ്റ്റ് ആണ്. കൂടുതലും ആവിയോലി അല്ലെങ്കിൽ നെയ്മീൻ. ഏറ്റവും നല്ല മീൻ കറി കോട്ടയംകാർ. അവരുടെ മീൻ കറി കഴിക്കുമ്പോഴാണ് നമുക്ക് ചോറ് കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത് നമ്മുടെ താരേശൻ ചേട്ടനാണ് കേട്ടോ. ആള് ഒരു കൊല്ലം മുമ്പ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു പാചകം ചെയ്തിട്ടുണ്ട്. ആള് വെല്ലിംഗ്ടൺ ഐലൻഡിലത്തെ താജ് ഹോട്ടലിലത്തെ CDP ഷെഫ് പാർട്ടി ബാങ്കറ്റ് ഷെഫ് 36 കൊല്ലമായിട്ടുള്ള ആളാണ്. അപ്പോൾ ആള് നമുക്ക് ഒരു ഗോവൻ ഫിഷ് കറി, ട്രഡീഷണൽ ആയിട്ടുള്ള ഒതന്റിക് ഫിഷ് കറി ഗോവൻ അതുണ്ടാക്കി തരാനായിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കണേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വില കൂടിയ മീനുകൾ വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് സാധാരണക്കാർക്ക് അയില വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അയിലാണ് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു മീനാണല്ലോ അയില. ചാളലൊക്കെ ചെയ്യാല്ലേ? എല്ലാത്തിലും ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇത് മാരിനേഷൻ ചെയ്യാൻ പോകണം. മാരിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി പരട്ടി ചെയ്യുന്നത്, ഒരു 1/2 സ്പൂൺ പറഞ്ഞിട്ടുണ്ട്. മീൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി. സാധാരണ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത്. മല്ലിപ്പൊടി വേണ്ടല്ലേ? മല്ലിപ്പൊടി വേണ്ട. 3 കൂടിയിട്ട് നമ്മൾ മീൻ വറക്കാൻ പോണ പോലെ തന്നെ. ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്, ഉപ്പ് മുളകൊക്കെ കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പരട്ടി വെച്ചു. അപ്പോൾ നമ്മളത് പരട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു തേങ്ങ, ചെറിയ ഒരു തേങ്ങ, അതിനകത്ത് ഒരു സവോളയുടെ പകുതി, പകുതി കഷ്ണം, 1 സ്പൂൺ ജീരകം, ഒരു സ്പൂണ് പെപ്പർകോൺ, അതായത് കുരുമുളക്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് കാശ്മീരി 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 സ്പൂണ്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂണ്. ഇതും കൂട്ടി നന്നായിട്ട് അരച്ചു കൊണ്ടുവരും. നന്നായി അരക്കണം. അതിനകത്ത് നമ്മൾ ഇത്തിരി 1 ടീസ്പൂൺ ഉപ്പ് ഇടും. പിന്നെ ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. പിന്നെ അതിനകത്ത് നമ്മൾ വാളംപുളിയുടെ വെള്ളം, ഇത് ടാമറിൻ പൾപ്പ് എന്ന് പറയും, അത് വാളംപുളിയുടെ വെള്ളം, അത് അരിച്ചത് ടാമറിൻ പൾപ്പ്, അത് ഏകദേശം 2 സ്പൂൺ ഏകദേശം അരച്ചതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റ് ആക്കും. ഇത് നന്നായി അരച്ചുകൊണ്ടല്ലേ? ഇതിപ്പോ മീൻ ഏകദേശം ഒരു 10 എത്ര കഷ്ണം എടുത്തിട്ടുണ്ട്? ഇതൊരു 10 പീസ് ഉണ്ട്. 10 കഷ്ണം ഇത് മൂട്ടി വയ്ക്കും. അതിന് വേണ്ടിയില്ല 10 കഷ്ണത്തിലേക്കുള്ള മീനാണ് എടുത്തോണ്ടത് കേട്ടോ. അല്ല 10 കഷ്ണത്തിലേക്കുള്ള മീനല്ല, എനിക്ക് ആകെ മിസ്റ്റേക്ക്. 10 കഷ്ണത്തിലേക്കുള്ള അരപ്പാണ് എടുത്തോണ്ടത്. അത് നമ്മുടെ രംഗീത് കണ്ട ഗ്യാസിൻ്റെ ഇത് ശരിയാക്കാൻ വന്നിട്ടാ. വീട്ടിൽ വന്നിട്ട് ശരിയാക്കാൻ നമുക്ക് ഗ്യാസ് സ്റ്റൗ ശരിയാക്കുന്നുണ്ട്. രംഗീതിനെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഗ്യാസിൻ്റെ ഇതൊക്കെ ശരിയാക്കണമെങ്കിൽ രംഗീതിനെ വിളിച്ചാൽ മതി. രംഗീതിൻ്റെ നമ്പറോട് കൊടുക്കാട്ടെ. നമ്മുടെ ഈ സ്റ്റൗവിന് ഒരു പാളിച്ചിണ്ട്, ഇത് ശരിക്കും കത്തുന്നില്ലേ ഇത്. പിന്നെ ഈ ഒരു സ്റ്റവ് ഉണ്ട് പഴയത്, നമ്മൾ പാചകത്തിന് ഉപയോഗിച്ചാണ് അത് ശരിയാക്കാം. അതായത് അരച്ചോണം കേട്ടോ, സ്വല്പം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചോണം കേട്ടോ. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായി ലൂസാക്കിയതിന് ശേഷം അത് കുക്ക് ചെയ്യാൻ വയ്ക്കും. അങ്ങനെയല്ലേ? അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ ഇതിലേക്ക്. നമ്മൾ നല്ല ലൂസായിട്ട് ഒരു വിധം നന്നായി ലൂസാക്കി. ചില കാശ്മീരി മുളക് പൊടി നല്ല കളർ ഉണ്ടാവില്ല, കളർ കുറവല്ല. അപ്പോൾ നല്ലതാണെന്ന് അർത്ഥം. മറ്റേ ഭയങ്കര കളറാണെങ്കിൽ മായ ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഒഴിക്കണ കുറച്ച് അല്പം ഒഴിച്ചു. ഇത് കുറച്ച് ഗ്രേവി ആയിട്ടുണ്ട്. ഗ്രേവി ടൈപ്പ്. ഇത് ഗ്രേവിയാണ്, കറി, നമ്മുടെ മീൻ കറി പോലെ തന്നെ. മതി. നീ ചട്ടി അടുപ്പത്ത് വയ്ക്കാറിയാ? തീ കത്തിച്ചോളാം. അപ്പോൾ ചട്ടി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ആൾക്കാരുണ്ട് എങ്കിലും നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കണം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനുശേഷം ഈ നമ്മൾ അരപ്പുണ്ടല്ലോ, തേങ്ങയും മസാലാസ് എല്ലാം ചേർത്ത് അരപ്പ് ഇതിനകത്തിട്ട് ഇത് ചൂടാവുന്നു വേണ്ട, ചട്ടി ചൂടാവുന്നു വേണ്ട. ഇങ്ങനെ ഒഴിക്കും, എന്നാലേ കാണല്ലോ. എനിക്ക് ഒഴിക്കുന്നു കേട്ടോ. ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ഇട്ട് തിളപ്പിക്കും. ഇഞ്ചി നീളത്തിലരിഞ്ഞ്, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. അത്യാവശ്യം കട്ടിൻ്റെ കേട്ടാ. അല്ല കട്ടിയില്ല, ഞാൻ നമ്മളാക്കിയല്ല. അതെ. ഇനി ഇത് കുക്കാവട്ടെ. ഇതിൽ പുളിക്ക് പകരം വേറെ സാധനം ചേർക്കുന്ന പറഞ്ഞിട്ട് ഗോവൻ കോക്ക. ഇതിന് ശരിക്ക് ഗോവൻ കോക്കാണ് ഉപയോഗിക്കേണ്ടത്. ശരിക്കും നമുക്കിപ്പോൾ ഗോവൻ കോക്ക അവൈലബിൾ ഇവിടെ കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ ടാമറിൻ പൾപ്പ്, ഗോവൻ കോക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോവൻ കുടംപുളി,
നമ്മുടെ കിട്ടുമായിരുന്നു. പോലെ ഇവിടെ കിട്ടായിരുന്നല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. ലൈറ്റിലുണ്ടായിരിക്കും. ഇത് തിളച്ചതിന് ശേഷം മീനിടും. അടച്ചു വയ്ക്കുന്നല്ലേ? തിളയി പെട്ടെന്ന് വരും. അപ്പോൾ തിളക്കട്ടെ. ഇപ്പം നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. അപ്പോൾ തിളച്ചൊന്ന് നോക്കാം. തിളച്ചതിന് ശേഷം ഇതിനകത്ത് തിളച്ചൊന്ന് നോക്കണ്ട. തിളച്ചൊന്ന് നോക്കാം. തുറക്കണ്ടേ? തിളച്ചു. തള വന്നു കേട്ടാ. കളർ കയറി തുടങ്ങിയില്ല ചെറുതായിട്ട്. ഇത് തള വന്നു കഴിഞ്ഞാൽ മീൻ കഷ്ണയുടെ തള വന്നു കഴിഞ്ഞാൽ മീൻ ഇട്ടിട്ട് മീൻ കുക്കാവണം. മീൻ ഇട്ടൂടാ? മീനിടാം. അപ്പോൾ മീനിടാം. ഇതിനകത്ത് മീനിടാൻ പോവാണ് കേട്ടോ. മീൻ കഷ്ണം മീൻ ഇടുന്നു. തീ കുറയ്ക്കണേ? കുറച്ച് അല്പം കുറയ്ക്കല്ലേ? നല്ല പോലെ കത്തുണ്ട് തീ. ഇത് ഗോവക്കാരൻ എന്തിട്ട് കൂട്ടിയിട്ട് കഴിക്കുക? ഇത് നമ്മുടെ റെഡ് റൈസ് ഇല്ലേ, നമ്മുടെ കേരള റൈസ്. അത് അവർ പറയുന്നത് റെഡ് റൈസ് എന്ന് പറയാം. നമ്മുടെ ഈ കുത്തരിച്ചോറ്. അതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കുത്തി ഇളക്കാൻ പാടില്ല. ഇല്ല, പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചുറ്റിക്കണം. നമ്മുടെ സാധാരണ മീൻകറി വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ കേരള ഫിഷ് കറിയൊക്കെ മാതിരി ചുറ്റിക്കുക. ഇതിന് സെയിം കേരള ഫിഷ് കറി അതിൻ്റെ അരപ്പിലാണ് വ്യത്യാസം, അതിൻ്റെ കൂട്ടിലാണ് വ്യത്യാസം. അത് അത്രേ ഉള്ളൂ. നമ്മൾ നാളികേരം പാലിലാണ് വെക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇതിൽ. പിന്നെ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കുത്ത് നമുക്ക് മലയാളികൾക്ക് അത്രയ്ക്കുണ്ട്. അല്ല, ഗോവക്കാർ പൊതുവെ അതിൽ സ്പൈസസ് ചേർക്കുക. അവർക്ക് കുരുമുളക്, ജീരകം, ഒട്ടുമുക്കാലും കറിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഗോവക്കാർ. അല്ല, നമുക്ക് നമ്മുടെ മുളക് പൊടിയെ പറ്റില്ല. മറ്റേ കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നമുക്ക് ഒരു ഇത് കുഴപ്പമില്ല. നല്ല നമ്മുടെ കേരള റൈസിന്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. വേണമെങ്കിൽ വീണ്ടും ഒരു പണിയില്ല. സിമ്പിളാണ്. ഇതിന്റെ കൂട്ടുകളാണ് ഇതിന്റെ പ്രധാനം. കാരണം വെച്ചാൽ ജീരകം, പെപ്പർ, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് മല്ലിയില, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ചേർക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അരയ്ക്കണ ടൈപ്പ് അരയ്ക്കണത് നമ്മൾ പണ്ട് കാലത്ത് അമ്മമാരെ അരച്ചോളാം. നാളികേരം അരച്ചിട്ടാണ് ചേർത്തത്. പിന്നെ നമുക്ക് നാളികേരം ഇഷ്ടം പോലെ ഇപ്പോൾ ആളുകളുടെ കയ്യിൽ കാശും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ പിന്നെ നാളികേരം പാൽ ഒഴിച്ചിട്ടുള്ള പാചകങ്ങളായി. നാളികേരം അരച്ച് വയ്ക്കുന്നത് അപൂർവമായി. ഉണക്കമീനൊക്കെ കറി വയ്ക്കുമ്പോഴാണ് നാളികേരം അരച്ച് വയ്ക്കുക. ഇടയ്ക്കൊന്ന് ചുറ്റിക്കണല്ലേ? ചുറ്റിക്കണം. കാരണം എപ്പോഴും അടച്ചു വയ്ക്കുന്നത്. ഇനി ഇത് വെന്ത് കേട്ടോ, ഞാൻ അടച്ചു വെച്ച് ഇങ്ങനെ ചുറ്റിച്ചതിന് ശേഷം. അല്ല, ഞാൻ ചോദിക്കുന്നത് മീൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടച്ചു വയ്ക്കണം ചോദിക്കുന്നത്. ഇല്ല, അടച്ചു വെച്ചാൽ പെട്ടെന്ന് കുക്കാവും. അപ്പോൾ ചേട്ടൻ അവിടെ ശരിക്കും എന്തിട്ടുള്ള സ്പെഷ്യലിസ്റ്റ്? ഞാനവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഉണ്ടാക്കുന്നത്. അവിടെ ബാങ്കറ്റിൽ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എല്ലാ ഫുഡും ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യനാണ് കൂടുതൽ ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ കബാബല്ല, തന്തൂറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് നോർത്ത് ഇന്ത്യൻ ദാൽ മഖനി അങ്ങനെയുള്ള ഡിഷുകളാണ് ഞാൻ അവിടെ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം ഈ ഗോവനും പഠിച്ചിട്ടുണ്ട്. ഗോവൻ പോർക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഗോവൻ്റെ ഡിഷുകളൊക്കെ ഉണ്ടാക്കും. ഇത് നമ്മുടെ കേരളത്തിന് പകരം നമ്മൾ ഗോവക്കാർ ഉപയോഗിക്കുന്ന ഫിഷ് കറി, അവിടുത്തെ ഒതൻറ്റിക് ഫിഷ് കറിയാണ് ഇത്, ഗോവൻ ഫിഷ് കറി. അപ്പോൾ ഈ ഗോവക്കാരൊക്കെ അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഇങ്ങനത്തെ കൂട്ടാൻ ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കി കൊടുക്കും. ഗോവൻ പാട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ഗോവൻ ഫിഷ് കറി ഉണ്ടാക്കി കൊടുക്കും. ഇതിൻ്റെ കൂടെ നമ്മൾ കേരള റൈസ്, അവർ നമ്മുടെ അതിന് റെഡ് റൈസ് എന്ന് പറയാം നമ്മൾ കേരള റൈസിന്. അതാണ് അതിൻ്റെ നമ്മുടെ മട്ടരീന. ഇപ്പം ലീവിലാണ് ശരിക്കും? ഞാനിപ്പോൾ ഒരാഴ്ച ലീവാണ്. അത് അടുത്ത കൊല്ലം റിട്ടയർ ചെയ്യുന്നത്. അടുത്ത മെയിലാണ് എൻ്റെ റിട്ടയർമെന്റ്. അപ്പോൾ പെൻഷനൊക്കെ കിട്ടും? PF പെൻഷൻ ഉണ്ട് നമുക്ക്. അല്ലാതെ മറ്റേ പെൻഷനില്ല, PF പെൻഷൻ ഉണ്ട്. പിന്നെ റിട്ടയർ ചെയ്യുമ്പോൾ ഗ്രാറ്റുവിറ്റി കിട്ടും. അത്ര നടക്കണം. ഇതെന്താ അപ്പം നെയ്മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുന്നുണ്ട്. ഇതിന് മെയിനായിട്ട് ശരിക്ക് ആവോലിയാണ് ഇതിന്റെ പ്രധാനം. ആവോലി വാങ്ങിക്കായിരുന്നു. കുഴപ്പമില്ല. അത് കാരണം വെച്ചാൽ നമ്മൾ സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പൊ എല്ലാവർക്കും ആവോലിക്ക് ഭയങ്കര കോസ്റ്റ് അല്ലേ. എല്ലാ മീൻ വെച്ചാലും ടേസ്റ്റ് ആണ്. കൂടുതലും ആവോലി അല്ലെങ്കിൽ നെയ്മീൻ. 560 അതാ ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് പക്ഷെ വേറെ കാര്യമുണ്ട്. ഈ അയില വാങ്ങിക്കുകയാണേക്കാളും നല്ലത് ആവോലി വാങ്ങിയ ലാഭം. അയിലിക്ക് 200 ഉണ്ട്, ആവോലിക്ക് ഇപ്പൊ 560 രൂപ. ആവോലിയിൽ ഒരു തുണ്ട് സാധനം പോലും വേസ്റ്റില്ല. ഇതില് മുക്കാല് ഈ ഒരു കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ 300-350 വേസ്റ്റായി പോയില്ലേ. ഇത് ഞാൻ എന്താന്ന് പറയും, നമ്മള് സാധാരണ പാവപ്പെട്ടവരിപ്പോ നമുക്ക് ചാള കൊണ്ട് വയ്ക്കാം, ഇതുകൊണ്ട് ഏത് മീനിലും വയ്ക്കാം. നമുക്ക് നമ്മുടെ സീ ഫുഡ് കടലിലുണ്ടാവുന്ന ഏത് മീൻ ഉപയോഗിക്കാം. കരയിൽ മറ്റേ വെള്ളത്തിലുണ്ടാവുന്ന മീൻ ഉപയോഗിക്കില്ല എന്ന് മാത്രം. കായൽ മീൻ ഉപയോഗിക്കില്ല, മറ്റാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫിലോപ്പിയ അങ്ങനത്തെ മീനുകളൊന്നും ഉപയോഗിക്കുന്നു. ഇതിന്റെ ഇളക്കല് ആളുടെ ഇത് ഇങ്ങനെയാണ് കേട്ടോ, ചുറ്റിക്കലാണ്. ഇത് ചുറ്റിക്കല, അതാണ് കൂടുതൽ ഇതാക്കാൻ പാടില്ല. ഇട്ട് മൂടി. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്വാർട്ടറായിട്ട് കട്ടി. അത് ഇടാൻ പോകണം. പിന്നെ കുറച്ച് മല്ലിയില. ഗോവക്കാർക്ക് മല്ലിയില ഒരു പ്രധാനമാണ്. അവർക്ക് മല്ലിയില കുറച്ച്. അപ്പൊ ഈ വേപ്പല ഇടും, മല്ലിയില ഇടും അവര്. ഇത് ഗാർണിഷിന് ഉപയോഗിക്കും. ഇനി കുറച്ച് മൂടല്ലോ, ഫിഷ് ഒന്നും കൂടെ കുക്ക് ആയിക്കോട്ടെ. ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് കഴിഞ്ഞാൽ ഇതിന് താളിപ്പൊന്നുമില്ല. അതിനകത്ത് നമുക്ക് ടെമ്പറിംഗ് ഒന്നുമില്ല. നമ്മുടെ കേരള ഫിഷ് കറിമാരി ചെറുള്ളി ഉള്ളി മുപ്പിക്കുന്ന അത് കടുക്കൊന്നുമില്ല.
ഇത് നോർമലായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂട്ടുകൾ എന്ന് വെച്ചാൽ ഏതാണ് അതിൻ്റെ പ്രത്യേകത? അരപ്പിൻ്റെ വ്യത്യാസം. ജീരകം കുരുമുളകാണ് അതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ജീരകട്ട മീൻ കറി നോക്കിയോട്ടെ എന്തായാലും. അല്ല അവർക്ക് ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ജീരകട്ട മീൻ കറീനെ ജീരകം കുരുമുളകും കഴിയാറായി. ഇത് വെന്തുടങ്ങി. ഇത് നമ്മുടെ കേരള റൈസ് കുറച്ചേരം മൂടി വെച്ചിരുന്ന പെട്ടെന്നാവും അത്. നാളികേരം അരച്ചു പിടിച്ച കാരണം പിരിയെന്ന് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. കുറച്ച് കട്ടി. അവസാനം നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് നമ്മൾ ഇറക്കണതിനൊക്കെ മുമ്പ് ഒരു 2 മിനിറ്റ് മുമ്പ് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു അരമുറി തേങ്ങയുടെ തിക്കായിട്ടുള്ള കട്ടിയായിട്ടുള്ള പാൽ ഒഴിക്കുക. അത്രയുള്ള പണി. വേറെ ഇതിനകത്ത് ഒരു താളിപ്പോ വേറെ ഒന്നുമില്ല, ടെമ്പറിങ് ഒന്നുമില്ല. വളരെ ഈസിയാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. മുരിങ്ങരല്ലത് അത് മല്ലിയലിന് ഞങ്ങൾ അരിഞ്ഞോണ്ടില്ലേ. കുറച്ച് മുരിങ്ങല മുരിങ്ങല ഐറ്റം മാറിയില്ലേ. ഇപ്പൊ നമ്മള് തൃശ്ശൂർക്കാരൻ മീൻ കറിയാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചു. പക്ഷെ അവരെ ഏറ്റവും നല്ല മീൻകറി കോട്ടയംകാര്. അവരുടെ മീൻ കറി കഴിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് കുറച്ച് തക്കാളി പേസ്റ്റ് ഒക്കെ അരച്ചു ഒഴിക്കാം. അതിന്റെ ഒരു അതെനിക്ക് ഉണ്ടാക്കാൻ അറിയാം. കോട്ടയം ഫിഷ് കറി ഉണ്ടാക്കാം. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് ചെയ്യുന്നത്. അതില്ല ഇപ്പൊ തുറക്കാൻ പോവാണ് കേട്ടോ. തുറന്നു നോക്കാണ്. തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. മൂടി ഇതിനകത്ത് സിമ്മിലിട്ടോ. ഇനി ഇതിനകത്ത് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകണത്. ഇനി ചുറ്റി ഒഴിക്കുക. എന്നിട്ടൊന്ന് ചുറ്റിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കുക. ഇത്രയുള്ള പണി. ഉപ്പ് കുറച്ച് നോക്കട്ടെ. നോക്കിയിട്ട് ഈ ഒന്നും കൂടെ നോക്കിയിട്ട് ഉപ്പിടാം നമുക്ക്. എപ്പോഴും ഇങ്ങനെ ചിറ്റിക്കില്ല. ചിറ്റിക്കാം. മറ്റേ നമ്മളെ ചിക്കൻ മാതിരി ഇളക്കി ചെയ്യാൻ പറ്റില്ല. ഇത് പൊടിയല്ലോ. അതന്നെ നമ്മുടെ ഈ അയില ഒരു സ്വല്പം പോലും പൊടിഞ്ഞിട്ടില്ല ചേട്ടാ. ചിറ്റിച്ച് കഴിഞ്ഞാൽ പൊടിയില്ല. ഇനി ഞാൻ ഉപ്പ് നോക്കട്ടെ കേട്ടാ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിടാം. അല്പം ഉപ്പ് കുറവ്. ഒരു അര സ്പൂൺ ഉപ്പ് ഇടാൻ പോകണം കേട്ടോ. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ചുറ്റിക്കും. കുഴപ്പമില്ല. ഉപ്പ് നോക്കാൻ ചെറിയ ടീസ്പൂൺ. 2 മിനിറ്റ് മൂടി കഴിഞ്ഞ് കഴിഞ്ഞു. ഒന്നും കൂടെ ചുറ്റിച്ചിട്ട് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കി. ഉപ്പ് പാകത്തിനുണ്ട്. അത്യാവശ്യം എരിവുണ്ട്. ഇപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ചുറ്റിച്ചിട്ട് തീ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്തിന് പെട്ടെന്നൊക്കെ വെപ്പ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ടാ. ഇനി നമുക്ക് ശരീരത്തിൽ ചോറ് എടുത്തോണ്ടിട്ടും ചോറ് കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ചോറ് വേണം കേട്ടോ. തുറന്നു വയ്ക്കായിരുന്നു. കുഴപ്പമില്ല. ഇതിൽ ഉലുവപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കണ പരിപാടി ഇല്ലല്ലേ? ഒരു മിനിറ്റ്. അല്ലാന്ന് ഇതിനകത്ത് ജീരകം കുരുമുളകിന്റെ കുത്താണ് കൂടുതൽ വരാം. നമുക്ക് ടേസ്റ്റ് കുറച്ച് കൂടുതൽ. നമുക്ക് എടുക്കട്ടെ. ഞാൻ ഏത് മീൻ വെച്ചിട്ടുണ്ടാക്കാം. നമ്മുടെ കൂടുതൽ ആവോലിയാണ് ഉപയോഗിക്കുക. ആവോലിയാണ് പോംഫട്ട്. അതായത് പോംഫട്ട് എന്ന് പറയും. ആവോലി ഉപയോഗിക്കാം. നെയ്മീൻ ഉപയോഗിക്കാം. ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ മീൻ കറി എടുത്തു തരുന്നു. പക്ഷേ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ആള്. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ഭംഗി. കുറച്ച് മല്ലിയില. അത് ഞാൻ കൂട്ടാൻ മുന്നെടുത്ത് വെച്ചുവിട്ടായിരിക്കും. അവിടെ താരാശൻ ചേട്ടൻ കൂടി എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ആള് ഗാർണിഷ് ചെയ്തതിന് ശേഷമാണ് എടുക്കുന്നത്. ഞാൻ അതിന് മുന്നെടുത്തു. ഞാൻ മോള് കഴിക്കില്ല, വൈഫും കഴിക്കില്ല. അതുകൊണ്ട് മോള് ഇറച്ചി കഴിക്കും, വൈഫ് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കൽ കുറേ. ഹോട്ടലിലുണ്ടാക്കും. പാർട്ടിക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം ഗസ്റ്റിന് സജഷൻ അനുസരിച്ച്. എന്തോരം പേരെ പാർട്ടി? അത് 500 പേർക്കൊക്കെ ഉണ്ടാക്കും. അറിയത്തിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ അറിയത്തിരുന്നിട്ട് ഗോവൻ ഫിഷ് കറി കഴിക്കാനുണ്ട്. വറുത്തരയ്ക്കുമ്പോൾ മറ്റേ ഉണക്കമീനൊക്കെ ഈ വറുത്തരയ്ക്കില്ല, നാളികേരം അരയ്ക്കുന്നത്. ഈ നമ്മുടെ ഉണക്കമീനൊക്കെ വയ്ക്കുമ്പോൾ അരച്ചിട്ടല്ലേ പണ്ട് വയ്ക്കുക. അതിൻ്റെ പണ്ട് നമ്മള് പച്ചമീനും അരച്ചിട്ട് എല്ലാം നാളികേരം വാങ്ങി കാശ് വേണ്ട. നാളികേരപ്പാല് പിഴിയണേ കുറേ നാളികേരം വേണ്ട. പണ്ടത്തെ ഈ കോട്ടയംകാരൊക്കെ ഇതുപോലെ തന്നെ വലിയ ഫാമിലി ആവില്ലേ. അപ്പൊ അവര് വറ്റിച്ചൊക്കെ വെക്കുമ്പോ ഇങ്ങനെയല്ലേ വേണേ ഓരോ സ്പൂൺ കൂട്ടാനോട് ചോറിനേണ്ടി വരും അല്ലേ. തിരിച്ച് അച്ചാറ് പോലെ കൊടുക്കണായിരിക്കും.
എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? എരിവും ഇതൊക്കെ ഉള്ള കാരണം ഒരു ചൊടിയിൽ കഴിക്കുക. കുരുമുളക് പൊടിയിൽ എരിവ്, ആ ജീരകത്തിന്റെ ആ കുത്തു നിൽക്കുന്നത് മാത്രമല്ല നമുക്ക് ജീരകം ഞാൻ കുറവായിട്ടുള്ളത് അവർക്ക് ഗോവക്കാർക്ക് സാധനമാണല്ലോ. അതന്നെ. അതന്നെ. ചേട്ടൻ ഇങ്ങനെ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കഴിക്കാം. ഇല്ലില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇത് കഴിച്ച് ശീലാണ്. ഞാൻ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഞങ്ങളുടെ തറവാട്ടിലൊക്കെ ഉമ്മർത്തൊക്കെ ഇരുന്ന് കഴിക്കാറ്. അളവ് ഇവിടെ പുല്ലടിയിലാണ് കേട്ടോ. മറ്റേ വളരി പുല്ലടി, നമ്മുടെ സാൻഡപ്പല്ലേ, ട്രാവലിസ്റ്റ് സാൻഡപ്പൻ ആളയിലൊക്കെയാണ്. പിന്നെ നമ്മുടെ ദിനേശല്ലേ, ദിനേശൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ദിനേശൻ മറ്റേ നമ്മുടെ ആരാധകൻ്റെ ആയിട്ട് വന്നിട്ടുള്ള ദിനേശനെ അറിയില്ലേ, അവരൊക്കെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ശരി, അപ്പോൾ നിങ്ങളെല്ലാവരും ഗോവൻ ഫിഷ് കറി എന്ന് വെച്ച് നോക്കി വെക്കാം രാധാരാശൻ ചേട്ടൻ്റെ. അപ്പോൾ നമുക്ക് വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.